ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നല്ല ദിവസം നിങ്ങൾക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ മുൻപോട്ട് വരുന്ന ഓരോ ദിവസവും ഐശ്വര്യത്തിൻ്റെയും സമ്മാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല ദിവസങ്ങളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തെക്കുറിച്ചാണ്. നിങ്ങൾ ചിലപ്പം കുറേ ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ പോവാത്ത ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കുക. കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും അതിർത്തിയിൽ കാടുകളുടെ നടുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത ക്ഷേത്രം. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ഒരു ശക്തമായ സ്ത്രീയുടെ കഥയുണ്ട്. അതുതന്നെയാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിക്ക് സമീപം പെരിയാർ ടൈഗർ റിസർവ് പ്രദേശത്താണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുമുള്ള അതിർത്തിയിലാണ് ഈ ക്ഷേത്രം. കുമളിയിൽ നിന്ന് 13 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽനടയായിട്ടോ അല്ലെങ്കിൽ ജീപ്പ് സവാരി വഴിയോ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ജീപ്പ് സവാരിക്ക് ഒരാൾക്ക് വരുന്ന ഫീസ് 200 രൂപയാണ്. കേരളവും തമിഴ്നാടും കൂടെ അതിർത്തി പങ്കിടുന്ന ഈ ക്ഷേത്രം നമുക്ക് സമ്മാനിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. പ്രകൃതിയെ അത്രമേൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ക്ഷേത്രം. കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും 2 ആചാര രീതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം കണ്ണകി എന്ന മഹാനായ സ്ത്രീയെ ആരാധിക്കുന്നതാണ്. കണ്ണകിയുടെ കഥ തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തമായ കൃതി ശില്പാധികാരത്തിൽ വിവരിക്കുന്നു. കണ്ണകിയുടെ ഭർത്താവ് കോവാലൻ തെറ്റായ കുറ്റാരോപണത്തെ തുടർന്ന് മധുരയിൽ കൊല്ലപ്പെടുന്നു. ഇതിൽ ആക്രോശം തോന്നിയ കണ്ണകി മധുര നഗരം ശാപം നൽകി നശിപ്പിച്ചു. അതിനുശേഷം അവൾ ഇവിടെ എത്തി ആത്മസംയമനം ചെയ്ത് ദേവിയായി മാറിയതായി വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന് നിർമ്മാണം വരുന്നത് ഈ ക്ഷേത്രം പണ്ടുകാലത്ത് പാണ്ഡ്യ രാജാക്കന്മാർ നിർമ്മിച്ചതായി കരുതുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം ഇന്ന് ഭാഗികമായി അവശിഷ്ടമായി മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാലും അതിൻ്റെ പുരാതന ശില്പകലയും ആത്മീയമായ ദൃശ്യം ഇന്നും അനുഭവിക്കാം. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തർക്ക് ഒരു അത്ഭുത കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഈ ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് തുറക്കുന്നത്. അത് ചിത്ര പൗർണമി ദിവസമാണ്. ആ ദിവസം ആയിരക്കണക്കിന് ഭക്തർ കാട്ടിലൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നു. കേരളം തമിഴ്നാടും ചേർന്ന് നടത്തുന്ന പ്രത്യേക പൂജകളും ചടങ്ങുകളും ഇവിടെ നടക്കുന്നു. ഈ വർഷത്തെ ചിത്ര പൗർണമി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വർഷം 2027 ചിത്ര പൗർണമിയിലാണ് ഈ ക്ഷേത്രം തുറക്കുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ നടുവിലായതിനാൽ ഇവിടെ എത്തുമ്പോൾ പ്രകൃതിയുടെ അതുല്യമായ സൗന്ദര്യവും ശാന്തതയും അനുഭവിക്കാം. ഒരു ആത്മീയ യാത്രയും സാഹസിക അനുഭവം ഒരുമിച്ച് നൽകുന്ന സ്ഥലമാണിത്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കരുതേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. ചിത്രപൗർണമി ദിവസം മാത്രമാണ് ഇവിടെ പ്രവേശനം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിയോട് കൂടിയാണ് ഓരോ ഭക്തരെയും ഇങ്ങോട്ട് കടത്തിവിടുക. യാത്രയ്ക്ക് മുൻപ് കുറച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു മാസ്ക് നിർബന്ധമായിട്ട് കരുതണം. അതുപോലെ തന്നെ ഒരു റെയിൻ ജാക്കറ്റ് കരുതുക. മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാൻ ഒരു സാഹചര്യവും നമുക്കിവിടെ ഇല്ല. അതിനാൽ റെയിൻ ജാക്കറ്റാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ചരിത്രവും വിശ്വാസവും പ്രകൃതിയും ഒന്നിക്കുന്ന ഒരു അപൂർവ ക്ഷേത്രം മംഗളാദേവി കണ്ണകി ക്ഷേത്രം. ഒരിക്കലെങ്കിലും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു ആത്മീയ കേന്ദ്രം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രം വന്ന് സന്ദർശിക്കുക. ഇനി അടുത്ത വർഷം 2027 ചിത്രവർണ്ണം വരെ അന്ന് നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അതുപോലെ തന്നെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഉള്ള ബ്ലോക്കുകളും എന്തെങ്കിലും പ്രശ്നങ്ങളും കൊണ്ടുപോയി അതെല്ലാം മാറ്റിത്തരാനും വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. ആ
ആ ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം. ചെരുപ്പക്കാൻ